സഞ്ചാർ സാത്തി ഒരു മൊബൈൽ ആപ്ലിക്കേഷന്റെ അതും ഗവൺമെന്റ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരിൽ എന്താണ് ഇത്ര വലിയ കോൺട്രവേഴ്സി നമുക്ക് പരിശോധിക്കാം. ഇതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത 1 കോടിയിലധികം ഇന്ത്യക്കാർ സബ്സ്ക്രൈബ് ചെയ്ത ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഓൾറെഡി അവൈലബിൾ ആയ ആപ്പാണ്. ഇതുവഴി നിങ്ങളുടെ കളഞ്ഞുപോയ മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാം, ഫോൺ വഴിയുള്ള തട്ടിപ്പുകൾ തടയാം. ഗവൺമെന്റ് കണക്കുകൾ പ്രകാരം ഏകദേശം ഡെയിലി 2000-ഓളം ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഈ ആപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? അത് ഈയിടെ ഗവൺമെന്റ് മൊബൈൽ കമ്പനികൾക്ക് ഒരു മെമ്മോ ലെറ്റർ അയച്ചു. അതിൽ 120 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ഫോണുകളിൽ ഈ ആപ്പ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളെ പോലെ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും പഴയ ഫോണുകളിൽ അപ്ഡേറ്റ് വഴി ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുകയും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തു. എന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്? ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിന്റെ കൂടെ IMEI നമ്പർ കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ നമ്മുടെ ക്യാമറ, കോൺടാക്ട്സ്, കോൾ ലോഗ്സ്, SMS, മീഡിയ തുടങ്ങിയവയൊക്കെ നമ്മൾ ആക്സസ് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഗവൺമെന്റിന് ഏത് സമയവും നമ്മുടെ ഫോണിലേക്ക് ആരൊക്കെ വിളിക്കുന്നു, ആർക്കൊക്കെ SMS അയക്കുന്നു, SMS-ന്റെ ഉള്ളടക്കം എന്താണ്, നമ്മുടെ മീഡിയയിൽ എന്തൊക്കെ ഉണ്ട്, അതായത് വീഡിയോസ്, ഫോട്ടോസ് ഇവയൊക്കെ കാണാനും SMS-കൾ നമ്മുടെ ഫോണിൽ നിന്ന് അയക്കാനും നമ്മുടെ ക്യാമറ ഏത് സമയവും ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതുവഴി വീഡിയോസും സ്റ്റിൽ ഫോട്ടോസ് ഒക്കെ പകർത്താനും സാധിക്കും. അതായത് പൗരന്മാരുടെ പ്രൈവസിയിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ ആപ്പ് എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. ചുരുക്കത്തിൽ ഇത് പൗരന്മാരുടെ ഡിജിറ്റൽ സ്പേസിന് അത്യാവശ്യമായ ഒരു ലോക്കാണ് എന്ന് ഗവൺമെന്റ് നിലപാടെടുക്കുമ്പോൾ, അല്ല ഇത് പൗരന്മാരുടെ സ്വകാര്യതയ്ക്ക് മുന്നിൽ സദാസമയവും തുറന്നു വെച്ചിരിക്കുന്ന ഒരു ക്യാമറയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നിലപാട്. എന്തായാലും ഈ ഒരു നിർബന്ധിത ആപ്പ് ഇൻസ്റ്റാളേഷനിൽ നിന്നും ഇപ്പോൾ ഗവൺമെന്റ് പിൻവാങ്ങിയിട്ടുണ്ട്.